ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നേക്ക് സുജാത അമ്മക്ക് സത്യം തെരിയ വേണ്ടും. എന്നോട് വായല തെരിയ വേണ്ടും. ചൊല്ലട്ടുമാ കൊല്ലുന്നില്ല ഞാൻ. എന്തു പറ്റി? എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല അമ്മ. ഞാനവിടെ ചെല്ലുമ്പോ ആ CI അവിടെ ഉണ്ടായിരുന്നു. ആട്ടി ഓടിക്കായിരുന്നു എന്നെ അയാള്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് മോള് കേട്ടോ? ഒന്നടുത്തേക്ക് ചെല്ല, ഒന്ന് വിശേഷം ചോദിക്കാൻ അനുവദിക്കായിരുന്നല്ലോ അയാൾക്ക്. തിരിച്ചിറങ്ങുമ്പോ അവിടെ ജയർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മേ, അയാള് ഹരിയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കൂടിയുള്ള ഒത്തുകളി അമ്മ ഇത്. എന്നോടുള്ള വൈരാഗ്യം ഹരിയോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്നെ പിന്തിരിപ്പിക്കാന്ന് അമ്മയുടെ മോൻ കരുതുന്നുണ്ടോ? എന്താ ശരവണ, നിത്യ പറയുന്നത് കേട്ട് സന്തോഷമായോ നിനക്ക്? അച്ഛനും മകനും ഇപ്പം നടത്തുന്ന വേഷം കെട്ടിന് കൂട്ടു നിൽക്കുന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജീവനൊക്കെ ഞങ്ങളോട് വൈരാഗ്യമുണ്ട്, പക്ഷെ നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? ഒന്നുമില്ലെങ്കിലും എത്രയോ നാള് ഞാൻ നിനക്ക് വെച്ച് വിളമ്പി തന്നിട്ടുണ്ടടാ. അതിന്റെ പേരിൽ നന്ദിയൊന്നും കാണിക്കണ്ട. അതൊന്നും മനസ്സിലെങ്കിലും ഉണ്ടായിക്കൂടെ? കാശുള്ളവനാണ് ജയർ. ഇപ്പൊ ആ പണത്തിന്റെ കാവൽക്കാരനാണ് രഘുവേട്ടൻ. അവരുടെ കൂടെ നിൽക്കുന്നതാണല്ലോ നിനക്ക് ലാഭം. സമ്പന്നതയിൽ കഴിയുകയും ചെയ്യാൻ ഞങ്ങൾ കരയുന്നത് കണ്ട് ആ കൂട്ടത്തിൽ നിനക്ക് ആഹ്ലാദിക്കുകയും ചെയ്യാലോ. മോള് വിഷമിക്കണ്ട. മനുഷ്യരുടെ സ്നേഹത്തിന്റെ അളവ് തീരുമാനിക്കുന്നത് നിയമങ്ങളല്ല. പോലീസുകാർക്കും കോടതിക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് മനസ്സിലാവും. നീ ഹരിയുടെ പെണ്ണ, അതാരംഗീകരിച്ചില്ലെങ്കിലും. പോട്ടെ മോളെ. സർ, എന്താ സ്വാമി? ഒരു ശരവണൻ കാണാൻ വന്നിരിക്കുന്നു സർ. വരാൻ പറയൂ. ഓക്കെ സർ. എന്താ ശരവണ? സർ, എന്നോടൊന്ന് നിമ്മതിയെല്ലാം പോയിடுச்சு സാർ. എനിക്ക് പൈത്യം പിടിച്ച മാതിരിയായിരിക്കും. ശരവണ, എന്താ കാര്യം? എന്താന്ന് പറ. എന്നാലും മുടിയാത് സാർ. സുജാത അമ്മയുടെ മുന്നിൽ
நித்யாமேட முன்னில் என்னால நிக்க முடியாது சார். சார், இந்த ரகசியம் ஒன்றும் வேண்டாம் சார். எல்லாமே அவர்கிட்ட சொல்லுங்க சார். സാർ, ശരവണം ഒന്ന് പതുക്കെ പറ. இல்ல சார், இந்த நிலைமையில ஒரு நாள் கூட எனக்கு வாழ முடியாது. எனக்கு பேசித்தான் ஆகணும். இதுக்கெல்லாம் ஒரு முடிவு வேணும். ശരവണ, നീ ഇപ്പൊ എന്തായാലും പോ. ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. முடியாது சார், முடியாது. இதுக்கு மேல என்னால பிடிச்சதுக்க முடியாது சார், முடியாது. நான் சொல்றது கேளுங்க சார். அம்மாவை கரைக்காத சார். நித்யாவை துரோகிச்சிடாதுங்க சார். இதெல்லாம் நம்பிக்கை துரோகம் சார் பண்ணிட்டு இருக்கு. ശരവണ, നീ വാ. இல்ல, വരാനാ நான் പറഞ്ഞത്. வரல. எனக்கு இதுக்கு ஒரு தீர்மானம் கிடைக்கணும். സാർ സാർ എന്താ സാർ എനി പ്രോബ്ലം? നോ നോ, ഐ വിൽ ടെൽ യു ലേറ്റർ. ഓക്കെ ഓക്കെ സാർ. ശരവണ, നീ അങ്ങോട്ട് വാ. അങ്ങോട്ട് വാടാ. എന്താ ശരവണ? என்னால இதுக்கு மேல ஒன்றும் மறைச்சு வைக்க முடியாது சார். சார், எதுக்கு சார் சுஜாதாமையும் நித்யாமையும் இந்த மாதிரி சித்திரவதம் பண்றது? நித்யாமை ஹரி சாரை எதுக்கு சார் பிரிச்சிருக்க? எல்லாம் செஞ்சிட்டும் எப்படி சார் அவரை முன்னாடி போய் இருக்க முடியும்? ശരവണ, കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. வேணாம் சார். இனி என்னால வா மூடி இருக்க முடியாது. அம்மா கிட்ட எனக்கெல்லாம் சொல்லிதான் ஆகணும். என்ன சார், நீங்களும் அந்த ஏர்கிட்ட நிஜமா சேர்ந்திருக்கா? சொல்லுங்க சார், ஏற்படி எல்லாம் பண்றது நீங்க சொல்லி கொடுத்துட்டு தானே? ശരവണ, ഞാൻ പറയുന്ന സമാധാനമായിട്ട് നീ കേക്ക്. നീ മര്യാദയ്ക്ക് ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കേ. ஆமா, நான் போறேன் சார். ஆனா இன்னைக்கு சுஜாதா அம்மைக்கு சத்தியம் தெரிய வேண்டும். என்னோட வாயில தெரிய வேண்டும். சொல்லட்டுமா? കൊല്ലുന്നിനെ ഞാൻ. ദേ, സുജാത ഇതിനെ കുറിച്ച് വല്ലതും അറിഞ്ഞ അവസാനിപ്പിച്ച് കളയുന്നിനെ ഞാൻ. കേട്ടോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ല ഒരിക്കലും മറ്റൊരാൾ അറിയാൻ പാടില്ല. ഞാൻ തീരുമാനിക്കുന്നത് വരെ അത് ഇതുപോലെ തന്നെ തുടരും. ഓർമ്മയുണ്ടല്ലോ നിനക്ക്? അന്ന് നീ എങ്ങനെയാ രക്ഷപ്പെട്ടതെന്നും എന്റെ അടുത്തെത്തിയതെന്നും ഒക്കെ. நான் உயிரோட இருக்கும்போது என்னோட அம்மாவையும் தங்கச்சியும் நீ தொட மாட்டேன்டா.